പ്രത്യേകമായി ദിവസങ്ങളോളം നിങ്ങൾ നിർണയിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് ഈ ദിവസങ്ങളിലാണ്. വിശുദ്ധമായ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ദിക്ർ ചൊല്ലാൻ നമ്മളോട് അല്ലാഹ് പറയാം. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ദിക്ർ ചൊല്ലണം, കൂടുതൽ നിങ്ങൾ ദിക്ർ ചൊല്ലണം, കൂടുതൽ നിങ്ങൾ ദിക്ർ ചൊല്ലണം. നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് കസീറ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി മറ്റൊരു വചനത്തിൽ ബഖറ സൂറത്തിൽ അഹ്സാബ് സൂറയിൽ കാണാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാത്ത് والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات. ഇതിന് ശേഷം പറയുന്നു വദ്ദാകിരീനല്ലാഹ വദ്ദാകിറാത്ത് എന്ന് പറയാതെ ഇതിൻ്റെ ഇടയിൽ അല്ലാഹ് പറയുന്നത് വദ്ദാകിരീനല്ലാഹ കസീറാ. അള്ളാഹ്ക്ക് ദിക്ർ ചെന്നോടത്ത് നിസ്കാരം പറഞ്ഞു, ഖാനിതീങ്ങൾ പറഞ്ഞു, സ്വാദിഖീങ്ങൾ പറഞ്ഞു, നിങ്ങൾ നല്ലോണം അധികരിച്ച് നോമ്പ് നിൽക്കണമെന്ന് പറഞ്ഞില്ല. വസ്വാഇമീന കസീറാ, അവിടെ കസീറ പ്രയോഗിച്ചില്ല. അതുപോലെ തന്നെ വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാതി കസീറ എന്ന് പ്രയോഗിച്ചില്ല. അവിടെ ഒന്നും കൂടുതൽ പറഞ്ഞില്ല. കൂടുതൽ പറഞ്ഞത് അവിടെയാണ് വദ്ദാകിരീനല്ലാഹ കസീറാ. അള്ളാഹ്ക്ക് അധികമായി അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന ആളുകൾ എന്നാണ്. ദിക്റിന്റെ സമയമാണ് ഈ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ. ദിക്ർ പ്രത്യേകമായി വക്തം മുഹദ്ദദാണ്, നിശ്ചയിക്കപ്പെട്ട സമയമുള്ള നിയമങ്ങളിലാണ് നീണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളിലൂടെ ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പുണ്യദിനങ്ങളിൽ ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെടാനുള്ള കണക്ഷൻ പോലും ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുണ്ട്. പല ദ്വീപുകളും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ നിലമ്പൂരിന്റെ പല ഭാഗങ്ങളും ഒറ്റപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. ഈ ഒരു സന്ദർഭങ്ങളിൽ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാനും അള്ളാഹുവിന്റെ ദിക്റുകൾ ചൊല്ലാനും പറ്റുന്ന സമയങ്ങളാണ്. ഇസ്തിഗ്ഫാറിലൂടെ ദുരന്തങ്ങൾ കടതി വരുത്താൻ സാധ്യമാണ് എന്നൊക്കെ നമുക്ക് കാണാം. വിശുദ്ധമായ ഹദീസിലൂടെ സമയമില്ലല്ലോ. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കണം, ഇസ്തിഗ്ഫാർ നടത്താൻ, ദിക്ർ ചൊല്ലാൻ. വിശുദ്ധമായ ഖുർആൻ ഹാജിമാരോടും പറയാം ഇങ്ങനെയുള്ള നിസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കസീറ എന്ന് പറയാതെ ദിക്ർ ചൊല്ലുന്നിടത്ത് മാത്രം കസീറ എന്ന് പറഞ്ഞു. ഇനി നോക്കാം, മുനാഫിഖീങ്ങളെ കുറിച്ച് പറയാം. وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس. നിസ്കരിക്കാൻ വലിയ മടിയാണ്. മുനാഫിഖീങ്ങളെ കുറിച്ച് പറയാൻ എന്നിട്ട് പറയുന്നു വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവർ കുറച്ച് മാത്രമേ തമ്പുരാനെ ദൈവം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നുള്ളൂ. അവർ പറഞ്ഞ ദിക്ർ ചൊല്ലുന്നത് അതാരാണ്? അത് മുനാഫിഖീങ്ങളാണ്. കൂടുതൽ ദിക്ർ ചെല്ലാൻ വേണ്ടി പറഞ്ഞത് അത് മുഅ്മിനീങ്ങളോടാണ്. നമ്മൾ ആരെ കൂടെ നിൽക്കണം? കുറഞ്ഞ ദിക്ർ ചെല്ലുന്ന മുനാഫിഖീങ്ങളുടെ കൂടെയാണോ നിൽക്കേണ്ടത്? അതല്ല, കൂടുതൽ നിങ്ങൾ ദിക്ർ ചൊല്ലണമെന്ന് പഠിപ്പിച്ചു തന്ന മുസ്ലിങ്ങളായ ആളുകൾ, ആണുങ്ങന്മാർ, പെണ്ണുങ്ങന്മാർ. ഇതിനും ഒരു സംഭവമുണ്ട്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ചോദിച്ചു, നബിയേ, ആണുങ്ങളാണല്ലോ എല്ലായിടത്തും പറഞ്ഞത്, പെണ്ണുങ്ങളെ പറയുന്നില്ലല്ലോ, പെണ്ണുങ്ങന്മാരെ കുറിച്ച് പറയുന്നില്ലല്ലോ, ആണുങ്ങന്മാര് പെണ്ണുങ്ങന്മാരെ കുറിച്ച് പറയുന്നില്ലെന്ന് കേട്ടപ്പോഴാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനി, ഓരോന്നിന്റെയും കൂടെ പെണ്ണുങ്ങന്മാരെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ വചനമാണ് വിശുദ്ധമായ ഖുർആൻ. ഇതിന്റെ അവസാനം വദാക്കിറുല്ലാഹ കസീറാ. ഖുർആൻ മുഅ്മിനീങ്ങളോട് പറയുന്നു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ. ദിക്റുകളാണ്. ഇന്ന് നമുക്ക് ദിക്ർ ചൊല്ലണം. പ്രത്യേക ദിക്റുണ്ട്. എന്താണെന്നറിയോ? ഒരു മൃഗത്തെ കണ്ടാൽ, അറവ് മൃഗത്തെ കണ്ടാൽ, ആടിനെ കണ്ടാൽ, പശുവിനെ കണ്ടാൽ, ഒട്ടകത്തെ കണ്ടാൽ നമ്മൾ തക്ബീർ ചൊല്ലണമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. എന്തിനാണെന്നറിയോ? എന്തിനാണത്? ഇവരെയാണ് മൃഗം ബലി നൽകുന്ന മൃഗങ്ങളാണ് ഇവർ. ഈ മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്, ദിക്ർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുകയാണ്. 1 മുതൽ 10 വരെ കാണണ്ട. അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ, ദിക്ർ ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ, മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുക.